എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 നടക്കാനിരിക്കുന്ന എക്സാമിന്റെ കൊമേഴ്സ് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊമേഴ്സ് സിലബസിലെ രണ്ടാമത്തെ മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യും. ഓക്കെ. കൊമേഴ്സ് ഏരിയ എന്നല്ലാത്ത മറ്റാളുകളും ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് അക്കൗണ്ടിങ്. പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂള് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാണ്. രണ്ടാമത്തെ മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. അതിൽ ആദ്യം മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് പഠിക്കാനുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ്. ദെൻ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ദെൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. ദെൻ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ട്, ഗ്യാപ്പ്. ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുണ്ട്. അതിൽ കുറെ എണ്ണം നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത് നോക്കാം. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്നത് ഒരു ലാംഗ്വേജ് ആണ്. അതായത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. ബിസിനസ്സിൽ ആ ബിസിനസിന്റെ പ്രോഫിറ്റ് ലോസ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. നമ്മൾ ചെറിയൊരു ബിസിനസ് യൂണിറ്റ് എടുത്താലും വലിയ മൾട്ടിനാഷണൽ കമ്പനി എടുത്താലും ഇവരൊക്കെ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചെറിയൊരു ബിസിനസ് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് യൂണിറ്റിൽ ഡെയിലി ഉണ്ടാവുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ അവർ എഴുതി വെക്കും, അല്ലെ? എന്നിട്ട് ആ ദിവസത്തിന്റെ അവസാനം അന്നത്തെ വരുമാനവും ചെലവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കും. ഓക്കെ. ഇതുപോലെ തന്നെ എല്ലാ ബിസിനസ്സും പല രീതിയിൽ ഈ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷനും മീനിങ്ങും ആണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ്, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. എന്താണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്? അതായത് ഒരു ബിസിനസ്സിൽ മോണിറ്ററി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ചില ബിസിനസ് ഇടപാടുകൾ ഉണ്ടാവാം. അതാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഉദാഹരണമായിട്ട് സാലറി കൊടുത്തു, സെയിൽസ് നടത്തി, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇതൊക്കെ നമുക്ക് മോണിറ്ററി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെ? സാലറി കൊടുത്തു 10,000, 10,000 രൂപയുടെ സെയിൽസ് നടത്തി, 10,000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ മോണിറ്ററി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. സോ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും പിന്നീട് ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി മനസ്സിലാക്കി തരാം. അതായത് ഒരു ബിസിനസ്സിൽ ഡെയിലി ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കും, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാം, ചിലപ്പോൾ ഗുഡ്സ് വിൽക്കാം, അല്ലെങ്കിൽ സാലറി പേ ചെയ്യാം, റെന്റ് പേ ചെയ്യാം. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ആദ്യം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. ദെൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഗ്രൂപ്പ് ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ക്ലാസിഫൈ. അതായത് ഒരു വർഷം നടന്ന സെയിൽസ് ഒക്കെ ഒരൊറ്റ അക്കൗണ്ടിന്റെ കീഴിലാണ് എഴുതുക പിന്നീട്. അതാണ് ക്ലാസിഫിക്കേഷൻ സ്റ്റേജ്. ഉദാഹരണമായിട്ട് ഒരു വർഷം നടന്നിട്ടുള്ള സെയിൽസ് ഒക്കെ ഒരു ഗ്രൂപ്പിലേക്ക് ആക്കുന്നു, ഒരു വർഷം നടത്തിയിട്ടുള്ള പർച്ചേസ് ഒക്കെ ഒരു ഗ്രൂപ്പിലേക്ക് ആക്കുന്നു. ഓക്കെ. ഈ ഒരു സ്റ്റേജ് ആണ് ക്ലാസിഫൈ സ്റ്റേജ്. ദെൻ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. വർഷാവസാനം ഇതൊക്കെ സമ്മറൈസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് ആണ് സമ്മറൈസ്. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ അനലൈസിങ് ആണ് എന്നാണ് പറയാം. ദെൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അതെന്താണ്? ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പൊ ഇത്രയും ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല് ബിസിനസ്സിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതായത് ബിസിനസിന്റെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് മാനേജേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ
ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി അക്കൗണ്ടിങ്ങിനെ പല രീതിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ ആണ്. നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്യാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് recording, classifying, and summarizing in a significant manner, and in terms of money, transactions, and events which are in part at least of financial characters, and interpreting the result thereof. എന്താ അവിടെ പറഞ്ഞത്? അതായത് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ട്രാൻസാക്ഷൻസും ഇവന്റ്സും മോണിറ്ററി ടേമില് ഒരു സിഗ്നിഫിക്കന്റ് മാനറിൽ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കലയാണ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് എന്താണ്? ഒരു ആർട്ടാണ് അല്ലെങ്കിൽ ഒരു കലയാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ദെൻ അതിനുശേഷം ഇതിന്റെ റിസൾട്ട് എന്ത് ചെയ്യുകയും വേണം? ഇന്റർപ്രറ്റ് ചെയ്യുകയും വേണം. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡെഫിനേഷൻ ആണ്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ വൈ അക്കൗണ്ടിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെ, ബിസിനസ്സില് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. അതായത് ഇൻകം എത്രയാണ്, അതേപോലെ തന്നെ എക്സ്പെൻസ് എത്രയാണ്, അസറ്റിന്റെ വാല്യൂ എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസിഷൻ മേക്കിംഗ്, ഒരു മാനേജർക്കും ഇൻവെസ്റ്റേഴ്സിനും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇൻഫർമേഷൻ ആവശ്യമാണ് അല്ലെ. ഇൻഫർമേഷന്റെ ബേസിലാണ് ഡിസിഷൻസ് എടുക്കുക. ഇപ്പൊ ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കാൻ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലൂടെയാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിസിഷൻ എടുക്കാനുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തത് ലീഗൽ കംപ്ലയൻസ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ബിസിനസ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ലോസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. അതായത് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ അസസ് ചെയ്യാൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്? ഒന്ന്, സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. ഇങ്ങനെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഷോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻ മേക്കിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലെ. ഓർഗനൈസേഷനിലെ മാനേജേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒക്കെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ അസിസ്റ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് എൻഷുറിംഗ് ലീഗൽ കംപ്ലൈൻസ്, അതായത് ഓർഗനൈസേഷൻ എല്ലാ ലോസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുന്നതും അക്കൗണ്ടിങ്ങിലൂടെയാണ്. ദെൻ അക്കൗണ്ടിങ്ങിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ് പ്രിവെന്റിംഗ് ഫ്രോഡ് ആൻഡ് എറേഴ്സ്. ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്രോഡും എറേഴ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ലോൺസും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അക്കൗണ്ടിങ് നടത്തണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതൊരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ മാനേജിങ് ക്യാഷ് ഫ്ലോസ്, ഒരു ബിസിനസ്സിൽ രണ്ട് തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. ക്യാഷ് ഇൻഫ്ലോയും ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ടാവും. എന്താണ് ക്യാഷ് ഇൻഫ്ലോ? അതായത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതിനെ ക്യാഷ് ഇൻഫ്ലോ എന്നാണ് പറയുക. ഇപ്പൊ സെയിൽസ് നടത്തി ബിസിനസ്സിലേക്ക് ക്യാഷ് വരും, അത് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, ഇപ്പൊ സാലറി പേ ചെയ്യുന്നു, ക്യാഷ് പുറത്തോട്ട് പോവാണ് ചെയ്യുക അല്ലെ. അപ്പൊ അതെന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ ഓർഗനൈസേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാഷ് ഫ്ലോസ് മാനേജ് ചെയ്യുന്നതും അക്കൗണ്ടിങ് ആണ്. ഓക്കെ, ദെൻ കമ്പയറിംഗ് ദ പെർഫോമൻസ് മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. അതായത് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഈ വർഷത്തെ
പെർഫോമൻസ് പ്രീവിയസ് ഇയറിലെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മറ്റൊരു കമ്പനിയുടെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഉപയോഗിച്ചാണ്. ഓക്കെ, ദെൻ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓർഗനൈസേഷന്റെ പ്ലാനിങ്ങിനും ബഡ്ജറ്റിങ്ങിനും ഒരു പ്രധാന റോള് വഹിക്കുന്നത് അക്കൗണ്ടിങ് ആണ്. അപ്പൊ ഇത്രയാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അക്കൗണ്ടിങ്ങിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ എടുക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിനെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൂടുതലും ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.